ഷിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ സംരക്ഷണവും സഹായവും ഈ ദിവസം മുഴുവനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ. ഈ ദിവസത്തെ നിങ്ങളുടെ എല്ലാ അധ്വാനങ്ങളെയും ഈശോ ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വഴികളിൽ ഈശോ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, അവിടുന്ന് നിങ്ങളെ പരിപാലിക്കട്ടെ. ദിവ്യകാരുണ്യ സംരക്ഷണം ഈ ദിവസം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും സമൂഹത്തിനും ലഭിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 16-ാമത്തെ അധ്യായത്തിൻ്റെ 21 മുതൽ 28 വരെയുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ ഈശോനാഥൻ ചില കാര്യങ്ങൾ നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് ഈശോ തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചു കൂട്ടിയിട്ട് പറയുകയാണ്, താൻ പീഡ സഹിക്കേണ്ടി വരും, കുരിശിലേറ്റപ്പെടും, കുരിശിൽ മരിക്കും, എന്നാൽ 3-ാം ദിവസം ഉയർപ്പുണ്ട്. ശിഷ്യത്വത്തിൻ്റെ വഴി എന്ന് പറയുന്നത്, ദൈവിക വഴി എന്ന് പറയുന്നത് സഹനത്തിൻ്റെയും പീഡകളുടെയും വഴിയാണ്. ദൈവത്തിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുവാൻ, ദൈവ വഴിയിലൂടെ നടക്കുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിന്റെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഉണ്ടാകുമെന്ന് ഈശോനാഥൻ പഠിപ്പിക്കുകയാണ്. സന്തോഷത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ, ഉയർച്ചയുടെ നിരപ്പായ വഴിയല്ല ദൈവവഴി, അത് സഹനത്തിൻ്റെയും വേദനയുടെയും വഴിയാണ്. ഈ വഴിയിലൂടെ നടക്കുന്നവർക്കാണ് ദൈവ അനുഗ്രഹം ലഭിക്കുന്നത്, ഉയർപ്പ് ലഭിക്കുന്നത്. സഹനങ്ങളും വേദനകളും ഉണ്ടായാലും 3-ാം ദിവസം ഒരു ഉയർപ്പുണ്ട് എന്ന് പറയുമ്പോൾ സഹനത്തിലൂടെ നടക്കുന്നവർക്ക് ദൈവാനുഗ്രഹം സ്വീകരിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അനുഗ്രഹത്തിൻ്റെ വഴി സഹനത്തിൻ്റെ വഴിയാണ്. സഹനങ്ങളെ തള്ളിക്കളയരുത്. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ പത്രോസ് പറയുകയാണ്, ഇത് നിനക്കുണ്ടാകാതിരിക്കട്ടെ. അപ്പോൾ ഈശോനാഥൻ അവനോട് പറയുന്നു, നിന്റെ ചിന്ത മാനുഷികമാണ്, ദൈവികമല്ല. സാത്താനെ നീ മാറിപ്പോവുക. ദൈവ വഴിയാണ് നമ്മുടെ വഴി. ആ വഴിയെ നടക്കണമെങ്കിൽ ദൈവചിന്ത നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. സഹനങ്ങൾ മാറിപ്പോകാൻ ആഗ്രഹിക്കരുത്. കഷ്ടപ്പാടുകൾ ഉണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിക്കരുത്. വേദനകളെ ശാപമായിട്ട് കരുതരുത്. സഹനങ്ങളെ തള്ളിക്കളയരുത്. ഇത് ചെയ്താൽ നമ്മുടെ ചിന്ത പിശാചിൻ്റെ ചിന്തയായിട്ട് മാറും, ദൈവിക ചിന്ത അല്ലാതെ വരും. അപ്പോൾ സഹനങ്ങളിലൂടെ ഉണ്ടാകുന്ന കൃപ നമുക്ക് നഷ്ടപ്പെടും. പ്രിയപ്പെട്ടവരെ, സഹനങ്ങൾ യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ എങ്ങനെയൊക്കെ നിഷേധിച്ചാലും ഉണ്ടാകും. പക്ഷേ അവയെ സ്വീകരിക്കുന്നത് നല്ല മനോഭാവത്തോടെ സ്വീകരിക്കാൻ, സ്നേഹത്തോടെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ പെറുപെറുത്താൽ അത് പിശാച് നിന്നിലൂടെ പ്രവർത്തിക്കുന്നതാണ് എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് സഹനങ്ങളെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വീകരിക്കുക. അതാണ് ദൈവിക ചിന്ത. ദൈവിക ചിന്തയുടെ വഴിയിലൂടെ നടക്കുവാനായിട്ട് പരിശ്രമിക്കാം. മാനുഷിക ചിന്തയുടെ വഴിയിലൂടെ ദൈവിക കാര്യങ്ങളെ കാണരുത്. ദൈവിക ചിന്ത നിന്നിൽ വളർത്തുക. സഹനങ്ങളുണ്ടാകുമ്പോൾ ദൈവചിന്ത നിന്നിൽ ഉണരട്ടെ. 3-ാമതായിട്ട് ഈശോ പഠിപ്പിക്കുകയാണ്, ആരെങ്കിലും എന്നെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശും എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ. ഈശോയുടെ പിന്നാലെയുള്ള യാത്രയാണ് അനുഗ്രഹത്തിൻ്റെ യാത്ര. ആ യാത്ര നടത്തുമ്പോൾ ഈശോ പറയുകയാണ്, എൻ്റെ പിന്നാലെ വരട്ടെ. ഈശോയുടെ വഴിയിലൂടെ നടക്കുക. ഈശോയുടെ വഴി എന്താ? കരുണയുടെയും സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സത്യസന്ധതയുടെയും വിശുദ്ധിയുടെയും പ്രാർത്ഥനയുടെയും വഴിയാണ്. ദൈവിക വഴിയിലൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ, ഈശോയെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ നിരന്തരമായിട്ട് പ്രാർത്ഥനയുണ്ടാവണം, വിശുദ്ധി ജീവിതത്തിൽ കാത്തുസൂക്ഷിക്കണം, കരുണയുടെ ജീവിതമുണ്ടാകണം, സത്യസന്ധതയുടെ ജീവിതമുണ്ടാകണം, സ്നേഹത്തിൻ്റെ ജീവിതമുണ്ടാകണം. ഈ ജീവിതം നയിക്കുമ്പോൾ ഈശോയുടെ പിന്നാലെ ജീവിതത്തിൻ്റെ ഭാരവുമേറി പോകുന്നവരായിട്ട് മാറും. നിൻ്റെ ജീവിതം അനുഗ്രഹത്തിൻ്റെ ജീവിതമായിട്ട് മാറും. വീണ്ടും ഈശോ പഠിപ്പിക്കുകയാണ്, നീ ലോകത്തിൽ എന്തെല്ലാം നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ട പിന്നെ എന്താണ് പ്രയോജനം? പ്രിയപ്പെട്ട ദൈവമക്കളെ, ആത്മാവിന് വില നൽകാനായിട്ട് നമുക്ക് സാധിക്കണം. ലോകത്തിൻ്റെ സുഖത്തിനല്ല, ലോകത്തിൻ്റെ മോഹങ്ങൾക്കല്ല, നമ്മുടെ ഉള്ളിലേക്ക് ദൈവം നൽകിയിരിക്കുന്ന ആത്മാവിന് വില നൽകി നമ്മൾ ജീവിക്കണം.
സഹനങ്ങളിലൂടെ, വേദനകളിലൂടെ, ഈശോയുടെ വഴിയിലൂടെ, സ്നേഹത്തിൻ്റെ, കരുണയുടെ, നന്മയുടെ, വിശുദ്ധിയുടെ, പ്രാർത്ഥനയുടെ വഴിയിലൂടെ നടക്കുമ്പോഴാണ് നിന്റെ ആത്മാവിന് വില നൽകുന്നവനായിട്ട് നീ മാറുക. ആത്മാവിന് വില നൽകുന്നവളായിട്ട് നീ മാറുക. അപ്പോൾ നിന്റെ ജീവിതം സ്വർഗത്തിൽ വിലയുള്ള ജീവിതമായിട്ട് മാറും. വീണ്ടും ഈശോനാഥൻ അന്ത്യവിധിയെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രവർത്തികൾക്ക് തക്ക പ്രതിഫലം സ്വീകരിക്കാനായിട്ട് ദൈവത്തിന് മുമ്പിൽ നമ്മൾ നിൽക്കേണ്ടി വരും. നമ്മുടെ പ്രവർത്തികളെ വിശുദ്ധമാക്കുക. ഈ ചിന്തകളെ നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കാം. സഹനങ്ങൾ ജീവിതത്തിലുണ്ടാകും. അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോൾ അതിലൂടെ നിൻ്റെ ജീവിതത്തിന് ഉയർപ്പ് ലഭിക്കും. സഹനങ്ങളെ തള്ളിക്കളയുമ്പോൾ ആ ചിന്ത പൈശാചികമാണ്. ദൈവീക ചിന്ത നിന്നിൽ വളർത്തുന്ന സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന മനോഭാവം ജീവിതത്തിൽ വളർത്തിയെടുക്കുക. മൂന്നാമതായിട്ട് ഈശോനാഥൻ പഠിപ്പിക്കുന്നു, ഈശോയുടെ വഴിയിലൂടെ, സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കരുണയുടെയും നന്മയുടെയും വഴിയിലൂടെ സഞ്ചരിക്കുക. നാലാമതായിട്ട് ഈശോനാഥൻ പറയുന്നു, നിൻ്റെ ആത്മാവിന് വില നൽകണം. ആത്മാവിൻ്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കണം. 5, പ്രവർത്തികൾക്ക് തക്കവിധ പ്രതിഫലം സ്വീകരിക്കാൻ അവസാനം ദൈവത്തിൻ്റെ ന്യായപീഠത്തിന് മുമ്പിൽ നമ്മൾ നിൽക്കേണ്ടി വരും. പ്രവർത്തികളെ നന്മയുള്ളതാക്കുക. കരങ്ങളെ യാചനയോടെ പിടിച്ച് ഈ ദിവസത്തെയും ഈ ദിവസത്തിലെ എല്ലാ കാര്യങ്ങളെയും, ഈ ദിവസത്തിൻ്റെ അധ്വാനങ്ങളെയും സ്വപ്നങ്ങളെയും ആഗ്രഹങ്ങളെയും ഈശോയ്ക്ക് കൂടി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ വഴികളിൽ അങ്ങ് ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഇവരുടെ അധ്വാനങ്ങളിൽ ഇവരെ സഹായിക്കണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിത വഴികളിൽ നിന്ന്, ഇന്നത്തെ അധ്വാന മേഖലകളിൽ നിന്ന്, പഠന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിൻ്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങളും പൈശാചിക അരൂപയുള്ള പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. അന്ധകാരത്തിൻ്റെ എല്ലാ കെട്ടുകളും അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. തിന്മ ഇവരിൽ നിന്ന് തകരട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. ആമേൻ.